ചലച്ചിത്ര സംവിധായകൻ RJ ബാലാജിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് സൂര്യനായകനായ കറുപ്പ്. എന്നാൽ ഈ ചിത്രം യഥാർത്ഥത്തിൽ വിജയ് നായകനാകേണ്ടിയിരുന്നതാണെന്നും അത് യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ കറുപ്പ് വിജയുടെ അവസാന ചിത്രമാകുമായിരുന്നു എന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് RJ ബാലാജി. സംവിധായകനും നടനുമായ RJ ബാലാജി തന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ കറുപ്പ് എന്ന ചിത്രത്തിന് പിന്നിലെ യാത്രയെക്കുറിച്ച് തുറന്നു പറഞ്ഞു. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമാകേണ്ടത് കറുപ്പായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിജയുമായുള്ള തന്റെ ചർച്ചകൾ തിരക്കഥയെ ഗണ്യമായി മെച്ചപ്പെടുത്താൻ സഹായിച്ചുവെന്നും ചിത്രത്തിന് ശക്തമായ ഒരു വൈകാരിക കാമ്പ് നൽകിയെന്നും ബാലാജി പറഞ്ഞു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിബദ്ധതകളും അവസാന ചിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തീരുമാനവും ഉൾപ്പെടെ ചില ഘടകങ്ങളുണ്ടായിരുന്നു. സിനിമയെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം മറുപടി പറയാമെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. തുടർന്ന് ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ച് കാരണങ്ങൾ വിശദീകരിച്ചു. ആ കാരണങ്ങൾ പൂർണ്ണമായും ന്യായമാണെന്ന് എനിക്ക് തോന്നി. കാന്താര എങ്ങനെയാണ് കറുപ്പെന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സിന് പ്രചോദനമായതെന്ന് RJ ബാലാജി പങ്കുവച്ചിട്ടുണ്ട്. സിംഗം സീക്വൻസിന് ശേഷം മറ്റൊരു രംഗം കൂടി പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ക്ലൈമാക്സിൽ ഞാൻ തൃപ്തനായിരുന്നില്ല. അത് കുഴപ്പമില്ലെന്ന് തോന്നി. പിന്നെ ഞാൻ കാന്താരയുടെ ഒരു ഷോ കണ്ടു. അവസാന 10 മിനിറ്റുകൾ തിയേറ്ററിൽ ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഒരു മയക്കത്തിലേക്ക് വീഴുകയായിരുന്നു. ആ അനുഭവം എന്നെ ആഴത്തിൽ പ്രചോദിപ്പിച്ചു. കറുപ്പെന്ന ചിത്രം കറുപ്പസ്വാമി എന്ന ദേവതയെ അടിസ്ഥാനമാക്കിയുള്ളതായതിനാൽ ചിത്രത്തിന് കൂടുതൽ ശക്തമായ ഒരു ആത്മീയവും വൈകാരികവുമായ പൂർത്തീകരണം ആവശ്യമാണെന്ന് ബാലാജിക്ക് തോന്നി. അപ്പോഴാണ് ക്ലൈമാക്സ് ആശയം എനിക്ക് വന്നത്, അദ്ദേഹം വിശദീകരിച്ചു. കാന്താരയുടെ ഊർജ്ജവും സ്വാധീനവുമാണ് സിനിമയുടെ അവസാന ഭാഗങ്ങൾ പുനർവിചിന്തനം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരച്ഛൻ്റെയും മകളുടെയും കഥയാണ് ചിത്രം പറയുന്നത്. 2 മണിക്കൂർ 32 മിനിറ്റ് ദൈർഘ്യമുണ്ട് സിനിമയ്ക്ക്. കറുപ്പിൽ സൂര്യ, തൃഷ കൃഷ്ണൻ എന്നിവരെ കൂടാതെ യോഗി ബാബു, ജാഫർ സാദിഖ്, മൻസൂർ അലി ഖാൻ, ഇന്ദ്രൻസ് എന്നിവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിൽ സായി അഭ്യങ്കർ സംഗീതവും GK വിഷ്ണു ഛായാഗ്രഹണവും അൻപരീവ് സ്റ്റണ്ട് കൊറിയോഗ്രഫിയും നിർവഹിച്ചിരിക്കുന്നു. മെയ് 14 ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഷോകൾ റദ്ദാക്കിയതിനെ തുടർന്ന് ഒരു ദിവസം വൈകിയാണ് ചിത്രത്തിന്റെ റിലീസ് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.